ഏവർക്കും CSEB റാങ്ക് ഹോൾഡറിലേക്ക് സ്വാഗതം. കോർപ്പറേഷനിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. രാജ്യം വീണ്ടും കോവിഡ് മഹാമാരിയിൽ മുങ്ങി നിൽക്കുകയാണ്. എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇനി എക്സാം എന്നായിരിക്കും എന്ന്. ഒരു കാര്യം എപ്പോഴും നിങ്ങൾ ഓർത്തു വെക്കുക, ഈ തീവ്രമായ കോവിഡിൻ്റെ ഈ ഒരു സാഹചര്യം കഴിഞ്ഞാൽ ഉടൻ തന്നെ പരീക്ഷ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അങ്ങനെ ഒരു ഡേറ്റ് നിങ്ങൾ മുന്നിൽ കണ്ടുവേണം പഠിക്കാൻ. എത്രയും പെട്ടെന്ന് ഏറ്റവും നന്നായി പഠിച്ച് തുടങ്ങുക. എങ്കിൽ ഒട്ടും സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, വിച്ച് സെക്ഷൻ ഓഫ് കമ്പനീസ് ആക്ട് ഡീൽസ് വിത്ത് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട്? ആൻസർ സെക്ഷൻ 79. Which section of Companies Act deals with issue of shares at discount എന്നാണ് ചോദ്യം. സെക്ഷൻ 79 ആണ് ഉത്തരം. ഇനി ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട് എന്താണ് എന്ന് നോക്കാം. ഓഹരി യഥാർത്ഥ മൂല്യവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറഞ്ഞ വിലയ്ക്കാണ് ഷെയർ കൊടുക്കുന്നത്. ഇതിനെയാണ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഉദാഹരണം, 100 രൂപയാണ് ഒരു ഷെയറിൻ്റെ വില എന്ന് വിചാരിക്കുക. അത് ഡിസ്കൗണ്ടിൽ കൊടുക്കുമ്പോൾ 90 രൂപയ്ക്ക് അവർ കൊടുക്കുന്നു. ഇതാണ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട്. രണ്ടാമത്തെ ചോദ്യം, ജനറൽ കൗൺസിൽ ഓഫ് NCDC കൺസിസ്റ്റ് ഓഫ് ഡാഷ് മെമ്പേഴ്സ്? ആൻസർ 51 മെമ്പേഴ്സ്. ജനറൽ കൗൺസിൽ ഓഫ് NCDC കൺസിസ്റ്റ് ഓഫ് 51 മെമ്പേഴ്സ്. ഇനി NCDCയെ കുറിച്ച് നമ്മൾ ആദ്യം തന്നെ ഓർക്കുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് വരുന്നത് NCDC ആക്ട് വരുന്ന വർഷം 1962 NCDC എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന വർഷം 1963. ഇനി ജനറൽ കൗൺസിൽ അഥവാ സുപ്രീം ബോഡി എന്നത് 51 മെമ്പേഴ്സാണ് അതിലുള്ളത്. ഹെഡ് ക്വാർട്ടേഴ്സ് നമുക്കറിയാം ന്യൂഡൽഹിയാണ്. അടുത്ത ചോദ്യം, തേർഡ് ക്വസ്റ്റ്യൻ, ഡെൽക്രൈറ്റ് കമ്മീഷൻ ഈസ് നോർമലി കാൽക്കുലേറ്റഡ് ഓൺ? ആൻസർ ടോട്ടൽ സെയിൽസ്. ഡെൽക്രൈറ്റ് കമ്മീഷൻ ഈസ് നോർമലി കാൽക്കുലേറ്റഡ് ഓൺ? ആൻസർ ടോട്ടൽ സെയിൽസ് ആണ്. ഡെൽക്രൈറ്റ് കമ്മീഷൻ എന്നത് ടോട്ടൽ ഡെപ്റ്റേഴ്സിന്റെ മുകളിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡെൽക്രൈറ്റ് കമ്മീഷൻ കൺസൈനിക്ക് കിട്ടുന്ന ഒരു അഡീഷണൽ കമ്മീഷനാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. NHRDF സ്റ്റാൻഡ്സ് ഫോർ? ആൻസർ നാഷണൽ ഹോർട്ടിക്കൾച്ചറൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ. നാഷണൽ ഹോർട്ടിക്കൾച്ചറൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ ആണ് ആൻസർ. ഇനി NHRDF എസ്റ്റാബ്ലിഷ് ചെയ്തത് 1977 അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. എ ബുക്ക് യൂസ്ഡ് ടു റെക്കോർഡ് ഓൾ ക്യാഷ് റെസീപ്റ്റ്സ് ആൻഡ് ക്യാഷ് പേയ്മെന്റ്സ് ഈസ് നോൺ ആസ്? ആൻസർ ക്യാഷ് ബുക്ക്. A book used to record all cash receipts and cash payments is known as? Answer cash book. ഇനി ക്യാഷ് ബുക്ക് എന്താണെന്ന് നോക്കാം. എല്ലാ ക്യാഷ് ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്നത് ക്യാഷ് ബുക്കിലാണ്. അത് നമുക്കറിയാം. 3 തരം ക്യാഷ് ബുക്കാണ് ഉള്ളത്: സിംഗിൾ കോളം, ഡബിൾ കോളം ആൻഡ് ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക്. ഓരോ ഭാഗവും പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. Credit sales for the period are ascertained by preparing option A, total debtors, option B, total creditors, option C, balance sheet, option D, none of these. Credit sales for the period are ascertained by preparing. Answer total debtors. Credit sales for the period are ascertained by preparing. Total debtors ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഫസ്റ്റ് സെൻട്രൽ ബാങ്ക് ടു ബി അഫിലിയേറ്റഡ് ടു കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്? ആൻസർ മദ്രാസ് സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക്. ദി ഫസ്റ്റ് സെൻട്രൽ ബാങ്ക് ടു ബി അഫിലിയേറ്റഡ് ടു ദി കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഈസ് മദ്രാസ് സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിനെ കുറിച്ച് പറയുമ്പോൾ ഫോം ചെയ്ത വർഷം, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഈസ് ഫോംഡ് ഇൻ ദി ഇയർ 1956. Kerala State Cooperative Bank is formed in the year 1956. The first scheduled apex cooperative bank in the cooperative banking sector in the country
കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. ദി ഫസ്റ്റ് ഷെഡ്യൂൾഡ് അപ്പെക്സ് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ ദി കോപ്പറേറ്റീവ് ബാങ്കിങ് സെക്ടർ ഇൻ ദി കൺട്രി ആണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് ഈസ് ദി ഡാഷ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ. ആൻസർ, ഫോർത്ത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ. ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് ഈസ് ദി ഫോർത്ത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ. ഇനി കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, 7 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ് ആണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. സെക്കൻഡ് പ്രിൻസിപ്പിൾ, ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ. തേർഡ് വൺ, മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ. ഫോർത്ത് വൺ, ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്, അതായിരുന്നു ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിലുള്ളത്. ഫിഫ്ത്ത് വൺ, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ. സിക്സ്ത് വൺ, കോപ്പറേഷൻ എമോങ് കോപ്പറേറ്റീവ്സ്. സെവൻത്ത് വൺ, കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. ഇത്രയുമാണ് 7 പ്രിൻസിപ്പിൾസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ മെമ്പർ അഡ്മിറ്റഡ് ഡാഷ് ഡേയ്സ് പ്രയർ ടു ദി ഡേറ്റ് ഓഫ് എലക്ഷൻ ഷോൾ ഹാവ് ദി റൈറ്റ് ടു വോട്ട്. ആൻസർ, 60 days. A member admitted dash days prior to the date of election shall have the right to vote. Answer, 60 days ആണ്. Next question, Cooperative Service Examination Board is constituted by government as per section dash of the KCS Act. Answer, 80B. Cooperative Service Examination Board is constituted by government as per section dash of the KCS Act. Answer, 80B ആണ്. 80B ആണ് ചോദിച്ചതെങ്കിൽ 80A വരുന്ന സെക്ഷൻ പെൻഷൻ സ്കീമാണ്. വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. 80A പെൻഷൻ സ്കീമാണ്. അടുത്ത ചോദ്യം, ബഡ്ജറ്റ് പ്രസന്റഡ് ആഫ്റ്റർ ഫിനാൻഷ്യൽ ഇയർ. ആൻസർ, സപ്ലിമെന്ററി ബഡ്ജറ്റ്. ബഡ്ജറ്റ് പ്രസന്റഡ് ആഫ്റ്റർ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് സപ്ലിമെന്ററി ബഡ്ജറ്റ് ആണ്. അധികമായി ഫണ്ടുകൾ ആവശ്യമായി വരുന്ന സാഹചര്യത്തിൽ സപ്ലിമെന്ററി ബഡ്ജറ്റാണ് അവതരിപ്പിക്കുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. ആൻസർ, ലയബിലിറ്റി. ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ലയബിലിറ്റി ആണ് ആൻസർ. കറണ്ട് അക്കൗണ്ടിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ പണം പിൻവലിക്കുമ്പോൾ അതിനെ പറയുന്നതാണ് ഓവർഡ്രാഫ്റ്റ് എന്ന്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. കറണ്ട് അക്കൗണ്ടിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ പണം പിൻവലിക്കുമ്പോൾ അതിനെ ഓവർഡ്രാഫ്റ്റ് എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം, ദി ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി വാസ് ചാൾസ് ഹോവ്റത്ത്. ദി ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി വാസ് ചാൾസ് ഹോവ്റത്ത്. റോക്ക്ഡെയിൽ സൊസൈറ്റിയെ കുറിച്ച് പറയുമ്പോൾ റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി നിലവിൽ വരുന്നത് 1844 റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയേഴ്സ് സൊസൈറ്റി നിലവിൽ വന്നത് 1844 ഫസ്റ്റ് സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദി വേൾഡ് എന്ന് പറയുന്നത് റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയേഴ്സ് സൊസൈറ്റിയാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഫയൽഡ് ബിഫോർ. ആൻസർ, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്. നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഫയൽഡ് ബിഫോർ. ആൻസർ, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ബാങ്ക്സ് ആർ ഓൾസോ നോൺ ആസ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ്. ആൻസർ, ഇൻഡസ്ട്രിയൽ ബാങ്ക്സ്. Dash banks are also known as investment banks. Answer, industrial banks ആണ് ആൻസർ. ഇത്രയുമാണ് കോർപ്പറേഷനിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റ്സും. ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് നിങ്ങൾ കമന്റ് വഴി അറിയിക്കുക. കൂടാതെ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ തുടർന്നും വേണമെന്നുണ്ടെങ്കിൽ ആ കാര്യം കൂടി കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. എങ്കിൽ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർത്തിയാവുകയാണ്. കൂടുതൽ CSEB എക്സാം ക്ലാസ്സുകൾക്കും ജോബ് ന്യൂസിനും PSC വാർത്തകൾക്കും CSEB വാർത്തകൾക്കുമായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ ക്ലാസ് കേട്ട ഏവർക്കും നന്ദി.